സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ഹിന്ദുത്വ ഭീകരവാദികൾ ആഘോഷിക്കുകയാണ് ഡിസംബർ 6 ബാബരിയുടെ തകർച്ച, ഇസ്ലാമിൻ്റെ പേടി സ്വപ്നം, തിരിച്ചു പിടിച്ച ഏക ആരാധനാലയം. എന്താണ് കെട്ടുകഥകളും അതും ഇതുമൊക്കെ ഉണ്ടാക്കി നൂറ്റാണ്ടുകളോളം മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന ഒരു പള്ളിയെ, ബാബരി മസ്ജിദ്, ഇതിനെ തകർത്ത് തരിപ്പണമാക്കി അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കി അവിടെ ഒരു കാവിക്കുഴി നാട്ടിയിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടത് ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടിയെന്നോ, രാമൻ ആ പള്ളിയുടെ അടിയിലാണ് ജനിച്ചതെന്നോ എന്നൊക്കെ പറഞ്ഞ് ഈ ഹൈന്ദവ തീവ്രവാദികൾ, അതായത് ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദികളും രാജ്യദ്രോഹികളും ഭീകരന്മാരുമാണ് ഈ RSS സംഘപരിവാർ ശക്തികൾ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, മതേതര ജനാധിപത്യ ഇന്ത്യയുടെ ആദ്യത്തെ ഇരുളടഞ്ഞ ഒരു ദിവസമായിരുന്നു. ഒരു കൂരിരുട്ടിൽ ആയിരുന്നു അന്ന് ഇന്ത്യ പെട്ടുപോയ ആ ദിവസം, ഡിസംബർ 6 എന്ന് പറയുന്നത്. മതേതരവാദികൾക്കോ മതവിശ്വാസികൾക്കും എല്ലാം ഒരു തിരിച്ചടി ഉണ്ടായ ദിവസമാണ് ഡിസംബർ 6. അത് ആഘോഷിക്കുന്ന ഈ സംഘപരിവാറിനെ പറ്റി, അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ ഇത് സംഭവം നടന്നെങ്കിൽ, അഫ്ഗാനിസ്ഥാനിൽ നേരത്തെ ഏതോ ഒരു പ്രതിമയോ മറ്റതോ ഏതാം നൂറ്റാണ്ടിലേതാണെന്നും അത് പൊളിച്ചു കളഞ്ഞെന്ന് പറഞ്ഞ്, ഓഹോ, താലിബാൻ ഈ ലോകത്ത് എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്, അവിടെ ഉണ്ടായിരുന്ന മറ്റേ പ്രതിമ തകർത്തു, മറിച്ച പ്രതിമ. അപ്പോൾ ഈ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ബാബരി മസ്ജിദ് തകർക്കുകയും അവിടെ ഒരു ഭയങ്കരമായ ക്ഷേത്ര സമുച്ചയം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത ഈ ഭീകരന്മാർക്കും ഈ ജാതി ഭ്രാന്തന്മാർക്കും എന്താണ് ഇവർക്ക് ഈ ഇന്ത്യയിലെ ജനങ്ങളോട് എന്താണ് അവരോടുള്ള സമീപനമെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഭവം മതി. അതായത് കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജാതി വർഗീയതയും വിദ്വേഷവും വെറുപ്പും ഒക്കെ പ്രചരിപ്പിച്ച് ഈ വിദ്വേഷവും വെറുപ്പും മതഭ്രാന്തും നിലനിർത്താൻ ഇവർ ഏതെല്ലാം തരത്തിലാണ് ഈ സോഷ്യൽ മീഡിയകളെ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിൽ വരണം. കേരളത്തിലുള്ള കുറേ ചെറ്റ സോഷ്യൽ മീഡിയകളുണ്ട്. ഇന്ത്യ ലൈവ്, അല്ലാത്ത ലൈവ്, ജേർണലിസം പഠിച്ചവനാണ് ഞാൻ മറ്റതാണ് മറിച്ചാണ്, സത്യമേ പറയൂ, അതേ പറയൂ. ഇവിടെയുള്ള സംഘപരിവാറുകാരും ഇവിടെയുള്ള ക്രിസംഗികളും സോഷ്യൽ മീഡിയയും ചാനലുകളെല്ലാം കൈയടക്കി വെച്ചിട്ട് അങ്ങനെ നേരം വെളുത്ത ഉടനെ അങ്ങോട്ട് പ്രചാരണം നടത്തുക. ഓരോരുത്തരുടെ ആദ്യമേ വിലക്കെടുക്കും. ഏതെങ്കിലും ഒരു എന്താണ് സെലിബ്രിറ്റി എന്ന് പറയാനും ഒക്കില്ല. ഏതായാലും ശരി, നല്ല ഉദ്യോഗസ്ഥലൊക്കെ ഇരുന്ന്, ഇപ്പോൾ IPS കാരനായിരുന്നാലും വേറൊരു IAS കാരനായിരുന്നാലും ഇവരെല്ലാം റിട്ടയർമെൻറ്റ് നടത്തുന്നത് നോക്കി കാത്തിരിക്കും. എന്നിട്ട് അവരെ പോയി കണ്ടിട്ട് ജാതിയും മതവും പറഞ്ഞ് അവരെ വിലക്കെടുക്കുകയാണ്. ഇത്ര രൂപ ഞങ്ങൾ തരാം, ഞങ്ങളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകണം. നമുക്കിവിടെ ഇല്ലാത്ത വിപ്ലവം, അതായത് മതവിദ്വേഷം പ്രചരിപ്പിക്കണം. നിങ്ങൾ ഞങ്ങളോട് കൂട്ടുനിൽക്കണം. യാതൊരു അന്തസ്സുള്ള അഭിമാനമുള്ള വിദ്യാസമ്പന്നനായ ആൾക്കാർ ആരെങ്കിലും ഇതിന് പോകും വയസ്സാം കാലത്ത്? ഇപ്പം എത്ര പേരാണ് പോണത്? സെൻകുമാർ പോയി, ശ്രീലേഖ പോയി, തോമസ് ഐസക് പോയി, അങ്ങനെ കുറെ ചെറ്റുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, 1992 ഡിസംബർ മാസം 6-ാം തീയതി, ചരിത്രത്തിന് നിരക്കാത്ത ആ കറുത്ത ദിവസം ഇന്ത്യൻ മുസൽമാന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവിനെ ഉണക്കാൻ ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആ മുറിവായി തന്നെ ലോകാവസാനം വരെ നിലകൊള്ളും. ഇല്ലാത്ത കഥയുണ്ടാക്കി നമ്മുടെ ദൈവം ശ്രീരാമൻ ആ പള്ളിയുടെ അടിയിലാണ് ജനിച്ചത്, ബാബരി മസ്ജിദ് പള്ളിയുടെ അടിയിലാണ് ജനിച്ചതെന്ന് പറയുന്ന കള്ളക്കഥ ഉണ്ടാക്കി ആ പള്ളി പൊളിച്ചു, തരിപ്പണമാക്കി, അവിടെ ക്ഷേത്രം പണിഞ്ഞു. ഉദ്ഘാടനം നടത്തി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അതേ പ്രധാനമന്ത്രി ഒരു മുസ്ലിം രാജ്യത്ത്, ഒരു ഹിന്ദുവും ഇല്ലാത്ത
മറ്റു സമുദായക്കാരില്ലാത്ത മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു രാജ്യത്ത് പോയി അവിടെയുള്ള മുസ്ലിങ്ങളും ബാക്കിയുള്ള സമുദായക്കാരും എല്ലാം കൂടെ പണിഞ്ഞു പ്രത്യേകമായ ഒരു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വേണ്ടി. അത് ഉദ്ഘാടനം ചെയ്യാനും നമ്മുടെ നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ പോയി. ലജ്ജയുണ്ടോ? മനുഷ്യന്മാർക്ക് ലജ്ജയില്ലാതായാൽ എന്തും ചെയ്യുമെന്നുള്ളത് ചരിത്രം സാക്ഷിയാണ്. അതിപുരാതനമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുസ്ലിം ദേവാലയം തകർത്ത് തരിപ്പണമാക്കി ക്ഷേത്രമുണ്ടാക്കി അതിന്റെ ഉദ്ഘാടനം ചെയ്ത അതേ നരേന്ദ്രമോദി മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ പള്ളി, മുസ്ലിങ്ങളുടെ രാജ്യത്ത് പോയി മുസ്ലിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ആ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പോയി. എന്തോ ഒരു പമ്പര വിഡ്ഢിത്തരമാണ് കാണിക്കുന്നത്. മനുഷ്യന്മാർക്ക് നന്മയില്ലാതായാൽ, മനുഷ്യന്മാർക്ക് നാണവും മാനവും ഇല്ലാതായാൽ ഇതും ഇതിനപ്പുറവും ഈ ലോകത്ത് നടക്കുമെന്നുള്ളതിൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. എന്തായാലും ശരി, ചരിത്രം സാക്ഷിയാണ്. ചരിത്രത്തിനെ തിരുത്തി കുറിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ബാബർ എന്ന് പറയുന്നത് അക്രമകാരിയായിരുന്നു. ബാബർ എന്ന് പറയുന്ന ഭീകരനായിരുന്നു. ബാബർ ഇവിടെ വന്ന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തുവെന്നും പിന്നെ ക്ഷേത്രങ്ങളെല്ലാം തട്ടി തകർത്തുവെന്നും തരിപ്പണമാക്കിയെന്നും അവിടെയെല്ലാം ഇസ്ലാം മത വിശ്വാസികളുടെ പള്ളികൾ പണിഞ്ഞുവെന്നും കള്ളക്കഥ ഉണ്ടാക്കി ഇനി പുതിയ ചരിത്രം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുകയാണ്. കേരളത്തിലുള്ള കുറേ സംഘി ചാനലുകൾ അതിങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ ഉരുവിടുകയാണ്. അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾക്ക് ചരിത്രം എന്താണെന്നറിയാം. ഈ സംഘി ഭീകരന്മാർ പറയുന്ന പച്ച നുണയെ അതേപടി വിശ്വസിക്കുമെന്നാണ് അവർ കണക്കാക്കുന്നത്. ഒരു നുണ 100 പ്രാവശ്യം പറഞ്ഞാൽ ചിലപ്പോ അത് അർത്ഥസത്യമാവാം. വീണ്ടും ഒരു 100 പ്രാവശ്യം കൂടെ പറഞ്ഞാൽ പിന്നെ അത് പൂർണ്ണ സത്യമാവും എന്നൊക്കെയാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അവർ കഴിക്കുന്നതെന്ന് പറയുന്നത് മലമൂത്ര വിസർജനമാണ് കഴിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ബുദ്ധി എന്താണെന്ന് ലോകത്തിന് അറിയാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് വിമാനമുണ്ടാക്കി അതിന്റെ എഞ്ചിൻ, ഇനി അതും കൂടെ നിങ്ങൾ കണ്ടുപിടിക്കുക. ആ വിമാനത്തിന്റെ എഞ്ചിൻ എവിടെ ഉണ്ടാക്കി? ആ വിമാനം എവിടെ പോയി? ഏതെങ്കിലും പള്ളിയുടെ അടിയിലാണോ? ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ അടിയിലാണോ? അതോ ഇനി ഏതെങ്കിലും ചർച്ചിന്റെ അടിയിലാണോ എന്നും കൂടെ നിങ്ങൾ കണ്ടുപിടിക്കണമെന്നാണ് എനിക്ക് ഈ സംഘപരിവാറുകാരോട് പറയാണ്. ഭീകരന്മാര് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭീകര പ്രവൃത്തി ചെയ്തത് RSSകാർ നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി ഉപയോഗിച്ചു വന്നു. രണ്ടാമത്തെ ഭീകര പ്രവൃത്തിയാണ് ബാബരി മസ്ജിദ് തകർത്തത്. ഇത് രണ്ടും ഈ ഇന്ത്യക്കാർ ഉള്ളിടത്തോളം കാലം, ഇന്ത്യ നിലനിൽക്കുന്നിടത്തോളം കാലം അതാരും മറക്കൂല. അത് മറച്ചു വെക്കാനും കഴിയില്ല. RSSകാരും സംഘപരിവാറുകാരും ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരന്മാരാണ്, രാജ്യദ്രോഹികളാണ്. രാജ്യസ്നേഹികളെ അല്ല. അവർ രാജ്യസ്നേഹം പറയും, വെറുതെയാണ് അവർ പറയുന്ന രാജ്യസ്നേഹം. ഇവിടെയുള്ള ദളിതരായ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഇല്ലായ്മ ചെയ്ത് ഇവിടെ പിന്നെ ബ്രാഹ്മണത്വം പുനഃസ്ഥാപിക്കാനാണ് അവർ വരുന്നത്. ഈ ബ്രാഹ്മണന്മാരും ഈ ആര്യന്മാരും എവിടെ നിന്നാണ് വന്നത്? പേർഷ്യയിൽ നിന്നാണ് വന്നത്. അതും കൂടെ മനസ്സിലാക്കണം. അവർ വിദേശികളാണ്. ബാബർ വിദേശികളാണ് എന്ന് പറയുന്ന ഈ വിദേശികളെ നമ്മൾ എന്താണ് വിളിക്കേണ്ടതെന്ന് നമ്മൾ ആലോചിച്ച് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.